ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് നിൽക്കുന്നത് വീണ്ടും ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ആയിട്ടാണ്. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നതും നാടൻ റോസ് ഉണ്ടോ, നാടൻ റോസിൻ്റെ കോംബോ ഇടാവോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ സിംഗിളായിട്ട് മേടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് കോംബോ ആയിട്ട് മേടിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നാടൻ റോസിൻ്റെ കോംബോ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഫസ്റ്റ് വെറൈറ്റി ഇതാണ്. ഹോളിയാണ്ട എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. അതിൻ്റെ നാടൻ റോസാണ്. നമുക്ക് കമ്പ് കുത്തി എളുപ്പം തന്നെ നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാടധികം കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും അത്ര പെട്ടെന്ന് നശിച്ചു പോകാത്ത ടൈപ്പാണ് നാടൻ റോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കളറ് കറക്റ്റാಗಿ കിട്ടുന്നുണ്ട്. നല്ലൊരു റെഡാണ്. റെഡ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത അധികം വിരിഞ്ഞ് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിൽ ആദ്യത്തെ റോസ് ആയിട്ടുള്ളത്. രണ്ടാമത്തത് മഞ്ഞ സുന്ദരിയാണ്. മഞ്ഞ റോസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ് യെല്ലോ. പ്രത്യേകിച്ച് റോസിലുള്ള യെല്ലോ കളറിനോട് പ്രത്യേകം ആരാധകർ കൂടുതലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് യെല്ലോ റോസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കോംബോയിൽ രണ്ടാമതായിട്ട് ആഡ് ആക്കിയേക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് യെല്ലോ റോസ് ആണ്. ഇതൊരു ക്രീ ടൈപ്പാണ്. ഫസ്റ്റ് ഡേ ഒരു കളറ്, സെക്കൻഡ് ഡേ ഒരു കളറ്, തേർഡ് ഡേ. അപ്പോൾ 3 ദിവസവും 3 കളറായിരിക്കും. അങ്ങനെയല്ല, ഫസ്റ്റ് ഡേ വരുമ്പോൾ ഒരു യെല്ലോ കൂടുതലായിരിക്കും, സെക്കൻഡ് ഡേ വൈറ്റും യെല്ലോ മിക്സ് ആയിരിക്കും, തേർഡ് ഡേ ആകുമ്പോൾ ഫുൾ അത് വൈറ്റിലോട്ട് ചേഞ്ച് ആവും. അപ്പോൾ അതാണ് ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ 3 കളറായിട്ട് തന്നെ പ്ലാന്റ് ഇങ്ങനെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. നല്ല ഡീപ്പായിട്ടുള്ള യെല്ലോ കളറാണ്. അപ്പോൾ ഒരു പ്ലാന്റ് തന്നെ 3 കളറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഈ കാണിച്ച റോസെല്ലാം നമുക്ക് കമ്പ് കുത്തി കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അടുത്തതായിട്ട് നമ്മുടെ തേർഡ് വെറൈറ്റിയാണ് നമ്മുടെ പിങ്ക് ബട്ടൺ റോസ്. പിങ്ക് ബട്ടൺ റോസ് എന്ന് പറയുമ്പോൾ കുലകളായിട്ട് പൂക്കുന്ന ടൈപ്പാണ്. കുഞ്ഞു കുഞ്ഞു പൂക്കൾ, അത്യാവശ്യം ഒരുപാട് ചെറുതെന്നല്ല, മീഡിയം സൈസ് ഫ്ലവറാണ്. നല്ല പോലെ എന്താ പറയുക, അത് അപൂർവമാണ് ഇങ്ങനെ ഫുള്ളായി വിരിഞ്ഞ് കാണുക എന്നുള്ളത്. ഒരു കപ്പ് ഷേപ്പിലായിരിക്കും ഈ ഒരു ഫ്ലവർ ഉണ്ടായിരിക്കുക. ഇതും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കമ്പ് കുത്തി പിടിപ്പിച്ചെടുക്കാൻ പറ്റും. എന്നും പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോൾ ഒരു ബ്രാഞ്ച്, ഒരു ഷൂട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിറയെ പൂക്കൾ, കുലകൊത്തി പൂക്കും എന്ന് പറയുന്നില്ല. അത് ഇതിൽ കാണുന്ന സെയിം തന്നെയാണ്. ഒരു ബ്രാഞ്ചിൽ നിന്ന് എത്രമാത്രം പൂക്കളാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ സിംഗിൾ ഫ്ലവർ വെക്കുന്നതിനേക്കാളും ഇപ്പോൾ ഒരൊറ്റ ഫ്ലവർ നമ്മുടെ ഗാർഡനിലുള്ളതിനേക്കാളും ഒരു ചെടിയിൽ തന്നെ ഒരു 10-20 ഫ്ലവർ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനല്ലേ. നമ്മൾ കൊടുക്കുന്ന കെയർ പോലെ പൂക്കൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ ഒരു ഫ്ലവറാണ് നമ്മുടെ തേർഡ് വണ്ണായിട്ടുള്ള പിങ്ക് ബട്ടൺ റോസ്. അടുത്ത നാലാമത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു റോസാണ്. ഇത് നമ്മുടെ കോമൺ ആയിട്ട് മിക്ക വീടുകളിലും മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം അധികം അങ്ങനെ കാണാത്ത എലിസബത്ത് ആണ് നാലാമത്തെ റോസ്. എലിസബത്ത് റോസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നക്ഷത്രം പോലെ ഒരു പിങ്ക് ഷെയ്ഡിൽ, ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ നിറയെ പൂക്കൾ നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഇതും നമുക്ക് വളരെ എളുപ്പത്തിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പണ്ട് നമ്മുടെ മിക്ക വീടുകളിലും ഈ ഒരു സാധനം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ അധികം അങ്ങനെ കാണാനില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ബേബി പിങ്ക് കളറ്. നല്ല പോലെ പൂക്കും. ഇതും ഒരുപാട് പൂക്കൾ ഒരു ഫ്ലവറിൽ, ഒരു ഇതിൽ തന്നെ ഒരുപാട് പൂക്കൾ വരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഈ ഒരു കോംബോയിൽ നാലാമതായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ കാണിച്ച എല്ലാ റോസും നമുക്കൊരു മിനിയേച്ചർ ടൈപ്പാണ്. മിനിയേച്ചർ എന്ന് പറയുമ്പോൾ മിനിയേച്ചറിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമാണ്. നമുക്ക് നാടൻ റോസിൽ തന്നെ, നാടൻ റോസിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, എന്നും പൂക്കളായിരിക്കും, നിത്യം പൂക്കൾ തരുന്ന വെറൈറ്റീസാണ്. ഈ ഒരു കോംബോയിൽ നാടൻ റോസിൻ്റെ മാത്രം കോംബോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നാലാമത്തത് എലിസബത്താണ്. അഞ്ചാമത്തെ റോസ് എന്ന് പറയുന്നത് ഇതാണ്, 7 ഡേയ്സ് റോസാണ്. 7 ഡേയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കോംബോ വരുന്നത് 680 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. 680 രൂപ. നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ട. ഗൂഗിൾ പേയിൽ 680 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു 5 റോസിൻ്റെ കോംബോ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് 7 ഡേ കോംബോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക്